കൊൽക്കത്ത കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അതിക്രൂരമായി നടന്ന കൊലപാതകത്തിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ വൈകിയതെന്താണെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി 10 അംഗ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ച സുപ്രീം കോടതി വ്യാഴാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും സിബിഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ കേരളം സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെയും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. കൊൽക്കത്തയിലെ അതിക്രൂരമായ കൊലപാതകത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ സുപ്രീം കോടതി മമതാ സർക്കാരിന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. കൊലപാതകം നടന്ന സമയവും പോസ്റ്റ്മോർട്ടം നടപടികളും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സമയവും സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ രൂക്ഷ വിമർശനം. പുലർച്ചെയുണ്ടായ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 8:30 മൃതദേഹം സംസ്കരിക്കാൻ വിട്ടു നൽകി. എന്നിട്ടും 3 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 11:45 പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തത്. പിതാവിന്റെ പരാതി ലഭിക്കുന്നവരെ പോലീസ് കാത്തുനിന്നു. ഇതുവരെ സർക്കാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ബോർഡ് എന്തെടുക്കുകയായിരുന്നെന്നും സുപ്രീം കോടതി ചോദിച്ചു. ഇരയുടെ പേര് വിവരങ്ങൾ പുറത്തുവന്ന സംഭവത്തിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആശങ്ക അറിയിച്ചു. സംഭവത്തിന് ശേഷം ആശുപത്രിക്ക് നേരെ ഒരു സംഘം നടത്തിയ ആക്രമണത്തെയും കോടതി അപലപിച്ചു. ഡോക്ടർമാരുടെ സമരത്തിനെതിരായ മമതാ സർക്കാരിന്റെ നടപടിയെയും കോടതി വിമർശിച്ചു. സംസ്ഥാന അധികാരം പ്രതിഷേധിക്കുന്ന സമരക്കാർക്ക് മേൽ പ്രയോഗിക്കരുതെന്നും കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു വന്നതിന്റെ തെളിവാണ് 7000-ലധികം ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതെന്നും കോടതി നിരീക്ഷിച്ചു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് വിശ്രമമുറിയും ശൗചാലയം അടക്കം സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ കേരളമടക്കം ചില സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെയും പേരെടുത്ത് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി 10 അംഗ ടാസ്ക് ഫോഴ്സിനെയും 3-അംഗ ബെഞ്ച് രൂപീകരിച്ചു. നാവികസേന മെഡിക്കൽ ഡയറക്ടർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ ദില്ലി എയിംസിലെ വിദഗ്ധരടക്കം അംഗങ്ങളാണ്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ചില നിർദ്ദേശങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വച്ചു. കേസിൽ അന്വേഷണം നടത്തുന്ന സിബിഐയോട് വ്യാഴാഴ്ചയ്ക്കകം തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.